മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും ഇടറുമെൻ വഴിയിലും നാഥാ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥാ നിന്നെ കണ്ടു. വിരിയുമീതളിലും കണ്ടു, എരിയുമീ തിരിയിലും കണ്ടു, എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. മുറിവിതിൻ അറിവിലും കണ്ടു, മുൾമുടിച്ചോരയിൽ ഞാൻ കരഞ്ഞു, എൻ പാപത്തിൻ ഭാരം നീ. പങ്കുചേരാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിനാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ, ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സന്തോഷിക്കാം. ക്രിസ്റ്റീനയുടെയും ലിൻഡോയുടെയും ജീവിതത്തിൽ ദൈവം നൽകുന്ന നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഇവര് എടുക്കാൻ പോകുന്ന തീരുമാനം ഇവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് ഇവർക്ക് വേണ്ടി യാചിക്കാം. നമ്മൾ ഈ മധുരം വെപ്പ് ചടങ്ങ് ജീവിതം മുഴുവൻ ഈശോയാകുന്ന മധുരം കൊണ്ട് നിറയ്ക്കുവാനുള്ള കൃപ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി ഈ മധുരം വെപ്പ്
ശുശ്രൂഷയിൽ പങ്കുചേരാം. രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ വിവാഹിതരാകുവാൻ പോകുന്ന ദമ്പതികളെ ആശീർവദിക്കണമേ. അങ്ങയുടെ വരദാനങ്ങളാൽ ഇവരെ സമ്പന്നരാക്കണമേ. ഇവരുടെ ജീവിതദാനം ചെയ്യണമേ. ജീവിത ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുന്നതിനുള്ള സന്നദ്ധതയും സഹനശക്തിയും അവർക്ക് പ്രദാനം ചെയ്യണമേ. സന്താന സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും നൽകി അവരുടെ ജീവിതം ഐശ്വര്യപൂർണവും ധന്യവുമാക്കണമേ. എല്ലാവിധത്തിലും അവരുടെ ജീവിതം മധുരപൂർണമായിരിക്കണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം സൂചിപ്പിക്കുവാനായി ഞങ്ങൾ ഇവർക്ക് നൽകുവാൻ പോകുന്ന ഈ മധുരഭോജ്യത്തെ അങ്ങ് ആശീർവദിക്കണമേ. ഇവരോടത്ത് ഞങ്ങൾ അനുഭവിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 19 തിരുവചനങ്ങൾ 1 മുതൽ. ഫരിസേയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളിച്ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കുവാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. പേരി നിന്നു ഇളം കാറ്റിലും പൂങ്കുയിൽ ഗാനത്തിലും യേശുനാഥ നിന്നെ കണ്ടു, ഉയിരിതിൻ ഉണർവിലും കണ്ടു, ഉലകിതിൻ പൊരുളിലും കണ്ടു. നാഥ നിന്നെ